നമസ്തേ. നമസ്തേ. ഡബിൾ ബാരൽ പ്രേക്ഷകർക്ക് ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് കരുതുന്നു. ഞങ്ങളുടെ വീഡിയോകൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കും. ഞാൻ സത്യനാരായണൻ, എൻ്റെ കോ ഹോസ്റ്റ് മധുസൂദനൻ TP. മധു, എന്താണ് കേരളത്തിൽ, എന്താണ് CPM-ന്റെ അകത്ത് എന്താണ് ഈ കോലാഹലം? ഒന്നും ക്ലിയറോ അല്ല എന്ന് അതേസമയം ദിവസം എന്തെങ്കിലും കാണുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. എന്താ സംഭവിക്കുന്നത്? ഒരടിച്ച് പിരിയാതിന്റെ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുക എന്നാ തോന്നുന്നത്. കമ്മ്യൂണിസത്തിന്റെ അവസാനം പിണറായിയിലൂടെ എന്ന മുദ്രാവാക്യമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത്. കാരണം പിന്നെ എന്നും പ്രശ്നങ്ങൾ തന്നെയാണ്. അത് ജയരാജൻ ഒരു വഴിക്ക്, ഇവരൊരു വഴിക്ക്, പാർട്ടിന്റെ പല അണികൾ വേറൊരു വഴിക്ക്. അണികൾക്ക് ഇതൊന്നും ഇഷ്ടാവുന്നില്ല. അണികൾക്ക് ആകെ പ്രശ്നത്തിലാണ്. അവരാകെ ഒരു ഒന്നും ആലോചിക്കാൻ പറ്റാത്ത ഒന്നും പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വല്ലാത്തൊരു അപജയം തന്നെയാണ് കാണുന്നത്. അല്ലേ? നിങ്ങൾക്കും അങ്ങനെ സാധാരണ നടക്കാത്തൊരു സംഗതി അല്ലേ? ഇത് വളരെ അപൂർവമല്ലേ? അതെ. അതായത് ഇങ്ങനെ ഒരു P ജയരാജനെ പോലത്തെ ഒരു നേതാവിനെ അവര് മനു മാത്യു എന്ന് പറഞ്ഞ അവരിപ്പോ പറയുന്നത് മുമ്പുണ്ടായിരുന്ന അതാണ് മനു തോമസ് അല്ലെ അയാളുടെ പേര്. അയാള് ഇങ്ങനെ വിമർശിക്കുന്നു. DYFI നേതാവായിരുന്ന കക്ഷി, കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ്. കഴിഞ്ഞ ദിവസം അയാൾ പ്രസംഗിക്കുമ്പോൾ കേട്ടില്ല നിങ്ങള്? അയാൾ പ്രസംഗിക്കുമ്പോ ലൈറ്റ് ഓഫ് ആക്കുക, അവിടുത്തെ മെയിൻ സ്വിച്ച് ഓഫ് ആക്കുക. അതൊക്കെ കമ്മ്യൂണിസ്റ്റ് ഒരു വില്ലേജിന്റെ അകത്ത് അങ്ങനെ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് അത് ഒന്നും ചിന്തിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ്. ലൈറ്റ് ഓഫ് ആക്കല് CPM-ന്റെ സ്ഥിരം പരിപാടിയാണ്. കമ്മ്യൂണിസ്റ്റുകാരും പ്രസംഗിക്കുമ്പോ ആ ഒരു വില്ലേജിന്റെ അകത്ത് വേറൊരു പ്രസ്ഥാനത്തിന് ഒരിക്കലും വർക്ക് ചെയ്യാൻ പോലും അധികാരമില്ലാത്തൊരു സ്ഥലമാണ്. വേറൊരു പാർട്ടിക്കാർക്ക് അവിടെ വർക്ക് ചെയ്യാൻ പോലും ഒരു അവകാശവും അധികാരവും ഇല്ലാത്ത ഒരു സ്ഥലമാണ്. അങ്ങനത്തെ ഒരു സ്ഥലത്ത് ആ സാധനം ഓഫാക്കിയിട്ട് ഇയാളെയൊക്കെ ഒരു വെല്ലുവിളിക്കുക എന്ന ഒരു രീതിയിലേക്കൊക്കെ പാർട്ടി പോവുക എന്ന് പറഞ്ഞാല് അത് ഒരു വല്ലാത്തൊരു സ്ഥിതിവിശേഷമാണ്. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് കാരണം എനിക്ക് തോന്നുന്നത് ജനങ്ങളെ മനസ്സിന്റെ അകത്ത് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഉള്ളിലില്ലവർക്ക് വല്ലാത്തൊരു പൊട്ടിത്തെറിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. വല്ലാത്തൊരു പൊട്ടിത്തെറിയിലാണ് നിൽക്കുന്നത്. ഇയാള് ഭരിച്ച് എന്തൊക്കെയോ ചെയ്തു വെച്ചിരിക്കുകയാണ്. ഇയാൾ ഭരണമല്ല, ഇയാളെ വീട്ടിലേക്ക് എന്തൊക്കെയോ കൊണ്ടുപോകുക എന്നുള്ള ആ ഒരു തരത്തിലേക്കൊക്കെ എത്തിപ്പോയോ എന്നൊരു സംശയമുണ്ട്. മാത്രമല്ല, ഇപ്പൊ തെരഞ്ഞെടുപ്പ് റിസൾട്ടിന്റെ അവലോകനം ജില്ലാ കമ്മിറ്റികളൊക്കെ ചെയ്തു, സ്റ്റേറ്റ് കമ്മിറ്റി ചെയ്തു. അതിലൊക്കെ അത്യാവശ്യം മുഖ്യമന്ത്രിക്കെതിരെ കുറച്ച് അത്യാവശ്യം കടുപ്പത്തിൽ ചിലരൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്നല്ലേ കേൾക്കുന്നില്ലേ? അതെ, അങ്ങനെയാ കേൾക്കുന്നത്. കാരണം എന്തും തോന്നിയത് ചെയ്യാന്നില്ലതായിപ്പോയല്ലോ. കഴിഞ്ഞ 10 വർഷത്തെ ഭരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ജനത കംപ്ലീറ്റ് വെറുത്തിരിക്കുകയാണ്. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടീനെ ഒക്കെ സംബന്ധിച്ചിടത്തോളം വളരെ അടിത്തറയുള്ള ഒരു പ്രസ്ഥാനമാണത്. ആ പ്രസ്ഥാനത്തിന് അങ്ങനെയൊന്നും പൂട്ടിക്കാൻ പെട്ടെന്നൊന്നും സാധിക്കുന്നതല്ല, അവരെന്നെ വിചാരിക്കണം. അപ്പൊ അത് വിചാരിച്ചു തുടങ്ങി എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അവര് വിചാരിച്ചു തുടങ്ങി. നമ്മുടെ ഈ പണ്ട് MP രാഘവൻ മറ്റേ പാർട്ടി പുലർത്തി പോയില്ലേ, അതുപോലത്തെ ഒരു സംഗതി നടക്കുന്നത് കാണുന്നുണ്ടോ? അത്ര ഇതുണ്ടാവില്ല, പിളർന്നു പോവില്ല. പാർട്ടി പിളർന്നു പോകാൻ സാധ്യത. ജയരാജൻ ഇനിയിപ്പോ പാർട്ടിയുടെ കൂടെ നിൽക്കുവോ അതോ അദ്ദേഹം വേറെ പോവോ? അയാൾ പോയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടിയാണ് അതിന്റെ ഉള്ളിൽ നിൽക്കുന്നത്. കാരണം പല ഇതിലും അങ്ങനെ ഒരു സ്ഥാനം കൊടുത്തില്ല. അയാൾ പോയി കഴിഞ്ഞാല് അയാൾ സീറോ ആയിരിക്കും. അവിടെ ഇല്ല, കണ്ണൂരിൽ ഒരു 15 ആളുണ്ടാവും അയാളെ കൂടെ എന്നല്ലാതെ അതില് അല്ലാണ്ട് സ്റ്റേറ്റ് വൈസ് അയാൾക്ക് ഒന്നും വർക്ക് ചെയ്യില്ല. പക്ഷെ എന്നാലും പാർട്ടിയുടെ ഒരു മറ്റേ കോട്ടയം കണ്ണൂരിൽ തന്നെ, കണ്ണൂർ മറ്റേ വടകര മുതൽ കണ്ണൂർ അല്ലെങ്കിൽ തളിപ്പറമ്പ് അതുവരെയുള്ള ആ സ്ഥലം തന്നെ അവിടെ കുറച്ച് ഒരു നേതാവ് പോവാന്ന് പറഞ്ഞാലല്ലേ അയാളെ കൂടെ ആൾക്കാർ പോവോ? അവിടുത്തെ കുറച്ച് ആൾക്കാർ പോകാൻ ചാൻസ് ഉണ്ട്. കാരണം അണികള് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ അണികൾക്ക് ഇപ്പൊ പെട്ടെന്ന് അങ്ങനെ ഒരു BJP-യിലേക്ക് പോകാനോ അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് പോകാനോ ഒക്കെ വലിയ ബുദ്ധിമുട്ടാണത്. അവരെ മാനസികമായിട്ട് ഒരിക്കലും BJP പോകുന്ന ഞാൻ വിചാരിക്കുന്നില്ല. അണികളെ ഞാൻ പറയുന്നത്.
അപ്പൊ അയാൾ വിട്ടുപോയി ആ കഴിഞ്ഞാൽ ആ ആളുകൾക്കൊക്കെ അതെ അതെ ഇപ്പൊ വേറൊരു ഉം. പ്രസ്ഥാനത്തിലേക്ക് പോകാൻ വലിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ തന്നെ കടിച്ചു തൂങ്ങി ഇങ്ങനെ നിൽക്കുന്നത്. ഇനിയിപ്പോ ഇതിൽ നിന്ന് വിട്ടുപോയിട്ടൊരു വിഭാഗം ഉണ്ടാകുകയാണെങ്കിലും അതൊന്നും ഒരു പ്രാവർത്തികമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയൊന്നും ഉണ്ടാവും ഉം. എന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ അത്ഭുതങ്ങളാണ് ഇന്നിപ്പോ ആർക്കും എന്തും സംഭവിക്കുക എന്നുള്ളൊരു പക്ഷെ എന്തായാലും കണ്ണൂരിൽ കുറച്ച് സ്ഥിതി കുറച്ച് ഗുരുതരാണ് അല്ലെ? പാർട്ടി വളരെ പാർട്ടി ഗുരുതരം. സർക്കിൾസിൽ അത് ഇങ്ങനെയും അതായത് പറയുന്നു, എന്തോ ഒരു ഇങ്ങനെയും ഇത് പറയുന്നു, നടക്കാൻ പോകുന്നു. ആ ഇങ്ങനെയൊന്നും പറയുന്നത് കേൾക്കുന്നുണ്ട്. കാരണം ഈ പിണറായിക്കെതിരായി കൊണ്ട് ജയരാജൻ സംസാരിച്ചപ്പോ അതിനെതിരെ അവിടെ നിന്ന് തന്നെ ജയരാജനെതിരായിക്കൊണ്ട് ഈ വിനോദ് തോമസിനെ ഇറക്കിയതാണെന്ന് പറയുന്നുണ്ട്. ആ അത് നല്ല സാധ്യതയുള്ള ഒരു സംഗതിയാണ്. അങ്ങനെ ഒരു ചാൻസ് ഉണ്ടാവാനും കാണുന്നുണ്ട്. അങ്ങനെ ഒരു കുത്തിത്തിരിപ്പ് അവിടെ നടന്നതാണോ എന്ന് അല്ല, നമുക്ക് കാരണം എന്താ വെച്ചാല് ഈ മനുവിനെതിരെ ആരും കാര്യമായിട്ട് അങ്ങനെ ആ നേതാക്കന്മാരൊന്നും പറഞ്ഞില്ല. കാരണം ഒന്നും പി പറയുന്നില്ല. ജയരാജൻ ചെറിയ ആളല്ലല്ലോ. അല്ല. കണ്ണൂരില് ആ പി ജയരാജനെ പറ്റി പറഞ്ഞിട്ട് കാര്യപ്പെട്ട അങ്ങനെ പ്രതികരണം ഇല്ല എന്നുള്ളത് ഭയങ്കര സംശയം ഉളവാക്കുന്ന കാര്യമാണ് അല്ലേ? ഉളവാക്കുന്ന കാര്യം അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കും? അപ്പൊ ഇങ്ങനെ ഒരു സാധ്യത അയാളെ കൊണ്ട് ഇങ്ങനൊരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയതാണോ എന്നുള്ളത് നമുക്ക് അതായത് ചാവേറാണെന്ന് അർത്ഥം. അതെ, ഒരു ചാവേറാണ്. ഉം. പിന്നെ ഇവരെന്തു ചെയ്യും, എന്ത് പറയും, എന്തും സംഭവിക്കാം. അങ്ങനെയൊക്കെയാണ് ഏതായാലും ആ പ്രസ്ഥാനത്തിന്റെ ഒക്കെ കാര്യം. എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. ഇപ്പോ ഈ മനു തോമസിനെ നേരിട്ട് അറിയുന്ന ആരെങ്കിലും ആയിട്ട് സംസാരിക്കാനോ വല്ലതും പറ്റിയിരുന്നു? ആരെ യാദൃശ്ചികമായിട്ടോ? ആരായിട്ട് അല്ല, ഈ മനു തോമസിനെ ആ നേരിട്ട് അറിയുന്ന ആരെങ്കിലും ആയിട്ട് സംസാരിക്കാനോ വല്ലതും ഇല്ല ഇടയായിരുന്നു? ഇല്ല ഇല്ല ഇല്ല. ഞാൻ വേറെ ഒന്ന് രണ്ട് വേറെ പ്രസ്ഥാനങ്ങളുടെ ആൾക്കാരായിട്ട് ഇങ്ങനെ സംസാരിച്ചു. ആ. ഇങ്ങനെ അതിനെപ്പറ്റി അറിയാൻ വേണ്ടിയൊക്കെ ശ്രമിച്ചിരുന്നു എന്നല്ലാതെ അവർക്കൊക്കെ ഈ ഒരു ലൈനിൽ ഇങ്ങനെ പറയുന്നുള്ളൂ. അങ്ങനെ വിട്ടു പറയാനില്ലതൊന്നും അവർക്കും അറിയില്ല. പിന്നെ ഈ ഇയാളും പ്രസ്ഥാനത്തിന് ഒരു ശക്തനായിട്ടുള്ള നേതാവാണ് അല്ലേ? ഒരു ശക്തനായിട്ടുള്ള ഒരു യുവ ആര് നേതാവാണ് അല്ലേ ആര് ആര് മനു? അതെ അതെ അതെ. അയാൾക്ക് അത്യാവശ്യം അവിടെ ഒരു പിടുത്തല്ല ആളാണ്. അയാൾ സ്കൂൾ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ SFIയിലൂടെ പ്രസ്ഥാനത്തിലേക്ക് വന്ന് ഡിവൈഎഫ്ഐയിലേക്ക് വന്ന് അതിന്റെ പ്രസിഡന്റായി. അങ്ങനെയൊക്കെ ആയിട്ട് അയാള് ശരിക്കും നല്ലൊരു പ്രവർത്തകനുമാണ് അയാൾ. അയാൾ അങ്ങനെ ഒരു അതെ, എന്തോ ഒരു ബേക്കറി ശൃംഖല എന്തോ നടത്തുന്നുണ്ട്. എന്തോ ഉണ്ട്. അപ്പൊ അയാളൊരു നല്ലൊരു അയാളും രണ്ടു മൂന്ന് സുഹൃത്തുക്കളും ആ കൂടി ആ അവരുടെ കേക്ക് ഒക്കെ വലിയ ഫേമസ് ആണെന്ന് പറയുന്നത്. അവരുടെ അതെ എല്ലാ ബേക്കറിയിലും സപ്ലൈ ചെയ്യുന്നവരാണ് ആ ആ. അത് എന്നൊക്കെ കേട്ടു. അങ്ങനെ അത് ചിലപ്പോ കമ്മ്യൂണിസ്റ്റ് അങ്ങനെ ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ടും കൂടി ഉണ്ട് എന്ന് കേട്ടു. അത് ചിലപ്പം ഇതിൽ നിന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പിന്നെ ഭയം കൊണ്ട് ചിലപ്പം കേക്ക് വാങ്ങി വെക്കുന്നതായിരിക്കും. അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല. ഈ ദേശാഭിമാനി ഇപ്പൊ കേരളത്തിൽ പല വീടുകളിലും ഇടുന്നുണ്ട്. അത് ഇടുന്നതിന്റെ ഒരു കാരണം എന്താ വെച്ചാല് ഇവരെന്തെങ്കിലും ചെയ്യോ എന്ന് പേടിച്ചിട്ട് ഏത് കോൺഗ്രസ്സുകാരൻ വരെ ഒന്ന് ഇട്ടോന്ന് പറയും. ചിലപ്പോ ഈ BJP അനുഭാവിയൊക്കെയാണ്. BJPക്കാരനാണെങ്കിലും അവൻ പോടാന്ന് പറയും. കാരണം ഓന് ഇതൊന്നും വലിയ പേടിയൊന്നും ഉണ്ടാവില്ല. അല്ലാത്ത ചെറിയൊരു അനുഭാവം ഇല്ലവനോടൊക്കെ പറയുന്നത് ഇട്ടോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇടേണ്ടി വരും. കാരണം ഇട്ടില്ലെങ്കിൽ ചിലപ്പോ തല പോവുക, കാല് പോവുക, കൈ പോവുക ഒന്നും പറയാൻ പറ്റൂല. അപ്പൊ അത് പേടിച്ചിട്ട് അതേമാതിരി ഈ കേക്കും വാങ്ങിയൊക്കെ ഉണ്ടാവാം. നിങ്ങൾ പറഞ്ഞ ഈ പിന്നെ കേക്ക് അതുപോലെ തന്നെ ഇതിന്റെ കൂടെ ഈ SFI എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത്? ഓ അത് വെല്ലുവിളിക്കുകയാണ്. ഭീകരാണല്ലേ ശരിക്കും? ഭീകരം തന്നെയാണ് അതൊക്കെ. ആ ഒരു മാഷൊക്കെ അങ്ങ് വെല്ലുവിളിച്ചിട്ട് അടിച്ച് കാല് പൊട്ടിക്കുന്നൊക്കെയല്ലേ പറയുന്നത്. അത് അതൊക്കെ ആലോചിച്ച് നോക്ക്. അതൊക്കെ എവിടെ എത്തി? അത് പോലീസ് നിൽക്കുമ്പോ പോലീസ് ചുറ്റും നിൽക്കുമ്പോ നിൽക്കുകയാണ്. പോലീസ് പിന്നെ ഇപ്പൊ കാക്കി വെറുതെ ഇട്ടിട്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ഒരു ചെറിയ ഒരു യൂണിറ്റ് ആണെന്ന് തന്നെ പറയാം. പല ഭാഗത്തും അങ്ങനെയാണത്. അതിന് പോലീസുകാരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് അതേ ചെയ്യാൻ പറ്റൂ. അവർക്ക് അല്ലെങ്കിൽ മുകളിൽ നിന്ന് വിളികളും ആഭ്യന്തരമന്ത്രി അടക്കം വിളിക്കുന്നതൊക്കെയാണ്. അപ്പൊ കൊണ്ട് അവർക്ക് ഇതിനു മേലെ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് അത്രേ അല്ല, പറ്റൂ. ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്നത് പിണറായി തന്നെയാണ്. അതെ. അപ്പൊ വിളിക്കുന്നത് മറ്റേ ഇയാളാണ്, P ശശി എന്നാ പറയുന്നത്. ആ അതൊക്കെ അല്ല ഏതായാലും ശരിയാ ചോപ്പ് അത് ഓരോ ധൈര്യത്തായിട്ട് വിളിക്കും. അതൊക്കെ അങ്ങനെ സംഭവിക്കും. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അതൊക്കെ അങ്ങനത്തെ ആ പ്രസ്ഥാനം തന്നെ അങ്ങനെ ഒരു റൗഡിസമായിട്ടാണ് വളർത്തി കൊണ്ടുവരുന്നത്. നമുക്ക് എന്തിനും ഇപ്പൊ ഞാനൊക്കെ അതിലൂടെ വളർന്നു വന്നതാണ്. എന്റെയൊക്കെ കുറെ പിന്നെ ചെറുപ്പകാലത്ത് എന്റെ കാരിയറൊക്കെ നഷ്ടപ്പെടാനും നശിച്ചു പോകാനുള്ള ഒരു കാരണമൊക്കെ തന്നെയാണ്. കാരണം ഞാൻ ആരോടും എന്തും പറയാനുള്ള തന്റേടവും ധൈര്യമൊക്കെ ആ ഒരു പ്രസ്ഥാനത്തു നിന്നാണല്ലോ കിട്ടിയത്. നമ്മളെ എന്തും ചെയ്യാനും ഉള്ള ഒരു ധൈര്യം തരുന്ന ഒരു നേതൃത്വമായിരിക്കും ഉണ്ടാകുക.
അപ്പൊ നമ്മളൊക്കെ അങ്ങനെ പഠിച്ചു വന്നാണ്. ഇപ്പൊ നിങ്ങളും അത് തന്നെയായിരുന്നു, നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് SFIയിലൂടെ തന്നെയായിരുന്നു വന്നത്. അപ്പൊ നമ്മൾ സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ അനുഭവിച്ചറിഞ്ഞ ചില രസങ്ങളാണ് അതൊക്കെ, ഒരു നവരസങ്ങൾ എന്ന് പറയുക. ആ ചെറുപ്പകാലത്ത് ആ ചോരത്തിളപ്പിൽ നമുക്ക് ആ ഒരു ധൈര്യം കൂടി കിട്ടുമ്പോ നമ്മൾ എന്തൊക്കെ ചെയ്തു അല്ലേ? അപ്പൊ ഈ ഒരു സമയത്ത് CPM-ന്റെ ഉള്ളിൽ അടി നടക്കുന്നു, ആ വേറെ ഒന്നിന് SFI കയറി വിലസുന്നു. ശരി, ഇതിനിടയിൽ DYFI കുറച്ച് സൈലന്റ് ആണോ? അങ്ങനെ തോന്നുന്നല്ലേ? കുറച്ച് ഒരു അല്ലേ? പഴയ ഒരു ഇതായിട്ട്, കാരണം ഒട്ടും പറഞ്ഞിട്ട് കാര്യം എങ്ങനെ ജനങ്ങളെ മുഖത്ത് നോക്കുക, അങ്ങനെയല്ലേ ഇല്ലത്. ഇപ്പൊ നിങ്ങളെ അഭിപ്രായം എന്താ? ഈ കോപ്പറേറ്റീവ് ബാങ്ക് എന്താ ഇപ്പൊ അതിന്റെ അഭിപ്രായം? ഈ കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ടവന്റെ, ഒന്നുമില്ലാത്തവന്റെ, ദാരിദ്ര്യം അനുഭവിക്കുന്നവന്റെ, അവർക്കൊക്കെ വേണ്ടി ശബ്ദമുയർത്തുന്ന വലിയൊരു പ്രസ്ഥാനമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അതിനെ നമുക്ക് അങ്ങോട്ട് ഒരു കാലത്ത് അതൊരു അനിവാര്യമായിരുന്നു കേരളത്തിനൊക്കെ. പല എന്ത് നമ്മൾ കുറ്റം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ ഇതിൽ ആവശ്യമുള്ള ഒരു പ്രസ്ഥാനം തന്നെയായിരുന്നു. അതിനെ പിന്നെ ഇങ്ങനെയുള്ള ചില നേതാക്കന്മാർ അതിനെ വളർന്നു വന്നു കഴിഞ്ഞപ്പം ആ പഴയ വന്ന കാലത്തിന് മറന്നു. അതാണ് ബംഗാളിൽ ഉണ്ടായത്, അത് തന്നെയാണ് ത്രിപുരയിലും ഉണ്ടായത്. ഇനി അത് കേരളത്തിലും കൂടി സംഭവിച്ചുകൂടാ എന്നില്ല. ഈ പറയുന്ന കരുവന്നൂർ ബാങ്കിന്റെ ED ഓൾറെഡി ആക്ഷൻ തുടങ്ങി 29 കോടിയൊക്കെ കണ്ടുകെട്ടി എന്നൊക്കെ പറയുന്നു. അപ്പം അപ്പൊ ആ കണ്ടുകെട്ടുന്ന അങ്ങനെ പല അത് വെറൊരു തുടക്കാന്നാ പറയുന്നത്, തുടക്കാണെന്നാ പറയുന്നത്. പാർട്ടി എത്രയോ കോടികൾ കൊടുത്തു തീർക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നു. അല്ല, പക്ഷെ ഇത് ഓരോ സ്ഥലത്തെ അക്കൗണ്ട് ഇങ്ങനെ മറ്റേ സ്വത്ത് കണ്ടുകെട്ടാനും അക്കൗണ്ട് ഫ്രീസ് ചെയ്യാനും തുടങ്ങിയ കോപ്പറേറ്റീവ് ഫണ്ടിൽ CPM ഇല്ല. കാരണം ഇലക്ഷൻ ഫൈറ്റ് ചെയ്യണമെങ്കിൽ പൈസ അവിടുന്ന് വേണ്ടേ? ഇതൊക്കെ എന്നുണ്ടെങ്കിൽ അങ്ങനെ ആ പ്രസ്ഥാനം പിന്നെ പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്ന ഓരോരുത്തർക്കും അവിടെയൊക്കെ ജോലി കൊടുത്തിട്ടും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഈ പ്രസ്ഥാനം ഉണ്ടാക്കിക്കൊണ്ടത്. അതിന് ഇന്നത്തെ ഈ നേതാക്കന്മാരും ഈ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആൾക്കാരും പറ്റ 2 കാറും കിട്ടി, പിന്നെ വേറെന്താ കിട്ടിയെന്ന് പറയുന്നില്ല. അതും കൂടി ആയപ്പോ ശശീനെ പോലത്തെ ഓരോരുത്തരൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഓരൊക്കെ ഈ പാർട്ടീനെ മറന്നു, സർവത്ര തോന്നിയാസത്തിലേക്ക് പോയി. ചോദിക്കാൻ ഒരാൾക്ക് പറ്റൂല, ചോദിച്ചിട്ടുണ്ടെങ്കിൽ അടിച്ചമർത്തുകയാണ് അല്ലേ? ചോദിക്കാൻ പോയവനെ അടിച്ചമർത്തുന്നു, കൊന്നു കളയുന്നു. അങ്ങനത്തെ അതുകൊണ്ട് പാർട്ടീന്റെ അകത്ത് ആർക്കും അതിൻ്റെ ഉള്ളിലത്തെ അപജയങ്ങളെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യമില്ലാതാകുക. അല്ല, അത് വളരെ വളരെ വ്യക്തമാണ്. പണ്ട് അങ്ങനെ, പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ? പണ്ട് നിങ്ങൾക്ക് എന്തു പറയാനും, നിങ്ങൾക്ക് അതിനെ ഇതാക്കാനോ, നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനോ, നിങ്ങളെ കൂടെ നിൽക്കുമെന്നുള്ള ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു അത്. പിന്നെ ഞാനൊക്കെ അതിൽ നിന്ന് വിട്ടുപോകാനില്ല. കാരണം എന്താ വെച്ചാല് ഹിന്ദുത്വത്തിനെതിരായിട്ടില്ല, ഹിന്ദുക്കള് ഭൂരിപക്ഷം ഇല്ല പ്രസ്ഥാനമാണ്, പക്ഷെ ഹിന്ദുക്കൾക്ക് എതിരായിട്ടായിരുന്നു എന്ന് സംസാരിക്കുക, ഹിന്ദുയിസത്തിനെതിരായിട്ടുമായിട്ടായിരുന്നു സംസാരിക്കുക. അല്ലേ? ഇന്നും അങ്ങനെ തന്നെയാണ്. അന്ന് അത് വളരെ കൂടുതലായിരുന്നു. കാരണം മറ്റുള്ള മതസ്ഥരെ ഒന്നും ഈ ഭക്തിയിൽ നിന്നോ അല്ലെങ്കിൽ അവര് പോകുന്ന അവരുടെ വിശ്വാസങ്ങളിലേക്ക് അവര് പോകുമ്പോൾ അതിന് എതിർപ്പില്ലാതെ നമ്മളെയൊക്കെ എതിർത്ത്, നമ്മളെയൊക്കെ വേറെ മൈൻഡ് വാഷ് ചെയ്ത് ഈ പറയുന്ന ദൈവങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്ന ഒരു യുക്തിവാദത്തിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോയി. അപ്പൊ അത് കുറെ കഴിഞ്ഞപ്പോ നമുക്ക് അതൊരു ശരിയല്ല, പറയുന്നത് ശരിയല്ല എന്ന് തോന്നിയോണ്ടാണ് നമ്മളൊക്കെ അതിൽ നിന്ന് പോകുന്നത്. അല്ലാണ്ട് പ്രസ്ഥാനത്തിനോട് വേറെ ദേഷ്യമൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. പ്രസ്ഥാനം ശരിക്ക് ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു പ്രസ്ഥാനം തന്നെയായിരുന്നു അത്. എനിക്കന്ന് ആ പ്രസ്ഥാനത്തിനോട് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതിന്റെ ഓരോ സഖാക്കളും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഈ ചെറിയ ഭരണം കിട്ടി, ചില്ലറ കാശ് കിട്ടി, ആ ചെറുങ്ങനെ ആ ഒരു ചെറിയൊരു വ്യത്യാസം അങ്ങനെ വന്നു തുടങ്ങിയപ്പോ കുറച്ച് കാറിലും ജീപ്പിലൊക്കെ അങ്ങനെ നടന്നു പോകുന്ന ആ രംഗത്തൊക്കെ വിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഒരു വ്യത്യാസത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പൊ ആ ഒരു പോക്ക് പ്രസ്ഥാനത്തിന്റെ
താഴോട്ട് ഗ്രാഫ് താഴോട്ട് പോയി. കോൺഗ്രസ്സുകാർ ഈ വേണ്ടാതനം ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് അങ്ങനെ തോന്നൂല. എന്താ നിങ്ങൾ പറയുന്നത്? കാരണം അവരെ പറ്റി ഒരു പ്രതീക്ഷ ഇല്ലാത്തൊരു ഗ്രൂപ്പാണുള്ളത്. അത് പ്രതീക്ഷയില്ലാത്ത സാധനം. അത് നമുക്കറിയാം അവരങ്ങനെയുള്ളൂ. അവര് ദരിദ്ര പരിപാടികളെ ചെയ്യൂന്ന് നമുക്കറിയാം. അവര് ഈ ഖദർ ഇങ്ങനെ അനങ്ങൂല. ഇസ്തിരിട്ട് ഇങ്ങനെ വളരെ കണ്ടീഷനായിട്ട് രാവിലെ ഇറങ്ങുകയാണ്. ആരാ ഓസിയാണ് നക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങുക ചെയ്യുക. അതിങ്ങനെ ഇറങ്ങി ഇങ്ങനെ നടന്ന് പിന്നെ ജനങ്ങളെങ്ങനെ പറ്റിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങനെ പൈസ വാങ്ങി രാഷ്ട്രീയം എന്ന് പറയുന്നത്, പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാല് ഒരു വെറുപ്പോടി ജനങ്ങൾ കാണുന്ന ഒരു തരത്തിലേക്ക് അതിനെ കൊണ്ടെത്തിച്ചത് ശരിക്കും കോൺഗ്രസ് ആണ്. പക്ഷെ അന്നൊരു സഖാവ് എന്ന് പറയുമ്പോ ഓനൊരു ഭയങ്കര നിലയും വിലയായിരുന്നു. ഇന്ന് ആ ഒരു നിലയും വിലയും എന്തായി? പുച്ഛമായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും ഒരു കണ്ടുകൂടാത്ത ഒരു അങ്ങനെ ഒരു ലെവലിൽ എത്തിച്ച് ഈ ഈഴവ പിണറായിയും കമ്പനിയും കൂടി ആ ബസ് യാത്രയൊക്കെ അതൊക്കെ ഒരു ആവശ്യമില്ലാത്ത പരിപാടിയായിരുന്നു അല്ലേ? അല്ലെങ്കിലേ അൺപോപ്പുലർ ആണ്. അത് കോൺഗ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഉഷാറായിരുന്നു, എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവും. നേരെ മറിച്ച് ഇവര് ചെയ്യുമ്പോ അത് ആൾക്കാർക്ക് അങ്ങോട്ട് ദഹിക്കില്ല. സാധാരണക്കാരനല്ലേ. അല്ല, ഒരു എക്സ്ട്രാ വോട്ട് കിട്ടിയതുമില്ല. ഉള്ള കുറെ ഇപ്പൊ താങ്കൾ പറഞ്ഞ മറ്റേ ഈഴവ സമുദായത്തിൽ മറ്റുള്ള വോട്ടുകൾ പോവുക ചെയ്തു. പോയത് കാരണം ഈഴവ സമുദായത്തിനൊക്കെ ഒരു കാലത്ത് ഈ നായർ സമുദായത്തിന്റെയും പിന്നെ എന്താ പറയണ്ടേ ബ്രാഹ്മണിക്കൽ, നമ്മളെ ചില ആൾക്കാരൊക്കെ പറഞ്ഞ ഈ ബ്രാഹ്മണിക്കൽ ഇതൊക്കെ ഉണ്ടായ ഒരു കാലഘട്ടത്തില് അതിനെതിരെയൊക്കെ സമരം ചെയ്ത പിന്നെ ആൾക്കാരാണ് ഈ കമ്മ്യൂണിസ്റ്റുകാര്. അപ്പൊ അതിന്റെ ആ ഒരു പിന്തുടർച്ചയായിട്ട് നമ്മളെ നാട്ടിൽ എന്തോ പിന്നെ ഈ കമ്മ്യൂണിസത്തിനോട് ഭയങ്കര ഒരു സ്നേഹം ഉണ്ടായത്. അതുകൊണ്ടാണ് പിന്നെ എപ്പോഴും ഈ ഈഴവ സമുദായത്തിൽപ്പെട്ട ആൾക്കാരും അതിൽ നിന്ന് അങ്ങോട്ടുള്ള ആൾക്കാരും നമ്മുടെ നാട്ടിലെല്ലാം ജാതീയതയാണ്. ഹിന്ദു എന്ന് പറഞ്ഞ് ചിന്തിക്കാനുള്ള ബുദ്ധി ഇന്നും വരാണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്നും ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിലും അങ്ങനെയാണ്. ഹിന്ദു എന്ന് പറയാനില്ല. നീ എന്താ കാസ്റ്റ്? ഹിന്ദു എന്ന് പറയാനുള്ള ആ ഒരു ഇതില്ല. ഇന്നും ഞങ്ങൾ തീയരാണ്, ഞങ്ങൾ നായരാണ്, ഞങ്ങള് ബ്രാഹ്മണനാണ് എന്നൊക്കെ പറഞ്ഞിട്ടില്ല. അങ്ങനെ മേനോനാണ്, നമ്പ്യാരാന്നൊക്കെ പറഞ്ഞു പോകുന്ന ആ ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് സംഭവിക്കുന്നത്. ആ ഹിന്ദു എന്ന് പറയുന്നത് ഇങ്ങനെ ചിന്തിക്കാനേ പറ്റുന്നില്ല അവർക്ക്. അതിന് കുഴപ്പം ഏതായാലും ഉണ്ട്. അപ്പൊ ആ ഒരു സമയത്തൊക്കെ ഇവർക്കൊക്കെ വേണ്ടി, ഈ കഷ്ടതകൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പിന്നെ ഒരുപാട് പ്രയത്നിച്ച, ഒരുപാട് സമരങ്ങൾ ചെയ്ത, ഒരുപാട് തല്ലുകൊണ്ട്, ഒരുപാട് അടി കൊണ്ട് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മളെ CH കണാര സ്മാരക മന്ദിരത്തിലൊക്കെ പണ്ടുണ്ടായ കേളുവേട്ടം എന്നൊക്കെ പറഞ്ഞ ആളുണ്ട്. അയാളൊക്കെ നമ്മളെ SM സ്ട്രീറ്റിലൊക്കെ വെച്ചിട്ട് കേളുവേട്ടനൊക്കെ ഇങ്ങനെ തല്ലൊക്കെ അടി കൊണ്ടിട്ട് ഇങ്ങനെ ചോര ഒലിച്ചിട്ട് ഇങ്ങനെ എണീച്ചു പോകുന്ന ഒരു രംഗമൊക്കെ ഉണ്ടായിരുന്നു. ആകെ എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ കണ്ടിട്ടുണ്ട് ഞാൻ. എനിക്ക് അത് കഴിച്ചിട്ട് ഞാൻ തന്നെ ഒരു ദിവസം കേളുവേട്ടനോട് ചോദിച്ചിട്ടുണ്ട്. കേളുവേട്ടൻ പിന്നെ AC അല്ല, അന്ന് AC ഇല്ല, ഫസ്റ്റ് ക്ലാസ്സേ ഉള്ളൂ. അപ്പൊ ഫസ്റ്റ് ക്ലാസ്സിൽ തിരുവനന്തപുരത്തേക്ക് പോകുക. അപ്പൊ ഞാനിങ്ങനെ റെയിൽവേ സ്റ്റേഷൻ, അപ്പൊ ഞാൻ കേളുവേട്ടാ നമസ്കാരം, എന്തൊരു സംസാരിക്കുമ്പോ ഞാൻ ചോദിച്ച കേളുവേട്ടൻ എന്താ ഫസ്റ്റ് ക്ലാസ്സിലോ? അപ്പൊ ഞാനിങ്ങനെ അന്ന് ഇങ്ങനത്തെ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന ആളായതുകൊണ്ട് ആർക്കും വലിയ പ്രശ്നമല്ല ചോദിച്ചാലും. അങ്ങനെ ഞാൻ എല്ലാം കേട്ടോ ഫസ്റ്റ് ക്ലാസ്സിലോ? അപ്പൊ അയാള് ഇല്ലടാ, പണ്ട് കുറെ അടിക്കൊണ്ടതല്ലേ, അവിടെ ഇവിടെയൊക്കെ കിട്ടിയതിന്റെ ഒക്കെ വേദന ഉണ്ട്. ഇപ്പൊ മറ്റേലൊന്നും പോവാൻ പറ്റാത്തവനോണ്ടാണ് ഈ അതിൽ പോകുന്നത്. ഞാൻ പറഞ്ഞില്ല കേട്ടോ, ഞാൻ തമാശ ചോദിച്ചു എന്ന് പറഞ്ഞ അങ്ങനെയൊക്കെ അല്ലേ. അങ്ങനത്തെയൊക്കെ സഖാക്കളുണ്ടായ ഒരു പ്രസ്ഥാനമാണ്. ഇപ്പൊ നായനാർ നമ്മൾ ആലോചിച്ച് നോക്കും. നായനാരൊക്കെ നമ്മള് എത്ര ബഹുമാനിക്കുന്ന ഒരു സഖാവാണ് അയാളൊക്കെ. അപ്പൊ ഞാനൊക്കെ ഇന്നിപ്പോ BJP ആണ്, RS ആണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അന്നത്തെ കാലത്ത് ഞാനൊക്കെ സ്നേഹിച്ച ഒരു നേതാവാണ് അതൊക്കെ. അതിനും നമുക്ക് അങ്ങോട്ട് പറയാനൊന്നും പറ്റില്ല. പക്ഷെ ഇന്നത്തെ ഇയാളിപ്പോ അച്യുതാനന്ദൻ തന്നെ അയാൾ ഇന്നിപ്പോ വയസ്സായി ഒരു സൈഡിൽ ഇരുന്നു എങ്കിലും അയാൾ ഇല്ല കാലത്ത് അയാൾക്ക് ഉള്ള ഒരു ഇതുണ്ടല്ലോ, എന്താ പറയണ്ട, പാർട്ടിക്ക് അകത്തും പുറത്തുമായാലുള്ള ആ ഒരു ബലിയും നിലയും. അയാളൊരു ക്രൗഡ് പുള്ളറായിരുന്നു. അയാൾ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനലക്ഷങ്ങൾ ഇങ്ങനെ ഓടിയെത്തല്ലേ. അല്ല, നിങ്ങൾ കണ്ടില്ല? എല്ലാ സ്ഥലങ്ങളിലൊക്കെ കണ്ടില്ലേ? ഇന്നിപ്പോ എന്താ സ്ഥിതി? ഇന്നത്തെ ഇപ്പൊ ഇവരൊക്കെ സ്ഥിതി എന്താ? വിളിച്ചു കൂട്ടി കൊണ്ടുവരണം. എന്താണ് എന്താ മറ്റേ എന്ത് തൊഴിലാണ്? തൊഴിലുറപ്പിന്റെ പെണ്ണുങ്ങൾക്കൊക്കെ പൈസ കൊടുക്കാന്നുണ്ട് ഓരോ കൊണ്ടുവരുന്ന ഒരു വഴിക്ക്.
വേറെ കുറെ ആൾക്കാർ വേറൊരു വഴിക്ക് കൂട്ടി കൊണ്ടുവന്നിട്ട് 300 400 ഒക്കെ കൊടുത്തിട്ട് ഇനി പോയിട്ടില്ല, എനിക്ക് നാളെ മുതൽ പണിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത്. ഇങ്ങനെയൊക്കെ അങ്ങനെ അങ്ങനെ ഓരോ സംഗതികൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പ്രസ്ഥാനം താഴോട്ട് 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 പോയി. അതുപോലെ തന്നെ ഈ വോട്ട് ചോർച്ച വന്നിട്ടില്ലേ, പാർട്ടി വോട്ട് BJPയിലേക്ക് വരെ പോയിട്ടുണ്ട്. അതെ, പ്രത്യേകിച്ച് തിരുവനന്തപുരം, ആറ്റിങ്ങൽ, ആലപ്പുഴ. അല്ല അത് വേണ്ട. വളരെ ഒരു സീരിയസ് സംഗതിയല്ലേ? അതെ അതെ. അതേമാതിരി ഈ നമ്മളെ പിണറായിന്റെ ബൂത്തില് ഒരു വോട്ട് പോലും ഇല്ലാത്തടത്ത് 134 വോട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് ഗ്രാമങ്ങളുടെ അകത്ത് 50ഉം 100ഉം വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് അത് BJPക്ക്. അപ്പൊ ജനങ്ങൾ മറ്റേ സംഗതി വേർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പാർട്ടിക്ക് അതുവരെ ഇത് ചെയ്യണം എന്നില്ലവരും ചെയ്യാനുള്ള ധൈര്യം ഇല്ലായിരുന്നു. കാരണം അവന്റെ തല പോവുകയെ, എണ്ണി വന്നിട്ട് തല ചിലപ്പം പോവുകയെ, അത് പേടിച്ചിട്ട് എല്ലാരും മിണ്ടാണ്ട് നിന്നതായിരുന്നു. ഇന്ന് ജനങ്ങൾ അവർക്ക് തന്നെ നരേന്ദ്രമോദി എന്നുള്ള ഒരാള് ഒരാള് പ്രൊട്ടക്ട് ചെയ്യാൻ ആരോ ഉണ്ട് എന്നുള്ള ഒരു ധൈര്യത്തിന്റെ മേലെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഭയങ്കര റിസ്ക് ആണ് അവരുടെ. അപ്പൊ BJP എന്നപ്പോ തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ അകത്തേക്ക് കയറി, ഗ്രാമങ്ങളുടെ അകത്തേക്ക് കയറിയിട്ട് ഉള്ള പ്രവർത്തനം ആരംഭിക്കാൻ. PK കൃഷ്ണദാസിനാണ് കണ്ണൂരിലൊക്കെ അവിടെ ഇൻചാർജ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഉള്ളിലേക്ക്, അതെ ഉള്ളിലേക്ക് കയറിയുള്ള പ്രവർത്തനം തുടങ്ങുകയാണ്. 2 ദിവസത്തിനുള്ള അവർ അതിനൊക്കെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. അവര് അതിന്റെ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു. അപ്പൊ വലിയ ഒരു അടിയും പിടിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. കാരണം കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ വെറുതെ ഇരിക്കൊന്നുമില്ല. അതൊക്കെ ഉണ്ടാവും. ചിരിക്കാൻ പറ്റാത്ത ഒരു സംഗതി ഒന്നല്ല. പക്ഷെ എന്തായാലും പാർട്ടി അതിന്റെ ഉള്ളിലേക്ക് കയറി ചെന്ന് പ്രവർത്തിക്കാൻ വേണ്ടി ഉള്ള തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത് ഒരു വ്യത്യാസം തന്നെ ഉണ്ടാക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് നിങ്ങളെ അല്ലേ, ഇതൊക്കെ തന്നെയല്ലേ പറയാനുള്ളത്? അതെ അതെ അതെ. അല്ല ഇതന്നെയാണ് ഞാൻ പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഇത്, അതായത് പ്രത്യേകിച്ച് ആറ്റിങ്ങലില് കഷ്ടിച്ച് ഒരു എത്ര 16,000 വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അങ്ങനെ എന്തോ ഇത് വരുമ്പോ ഈ സെക്കൻഡും തേർഡും തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ലാത്ത ഒരവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവമല്ലേ ശരിക്കും? അതെ, അതൊക്കെ അങ്ങനത്തെ കേരളത്തിലെ ഈ ഒരു പ്രശ്നം പഠിക്കാമെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ ഇത് അവലോകനം ചെയ്യാമെന്നോ എന്ന് ഗോവിന്ദമാഷ് എന്തോ പറഞ്ഞു എന്നല്ലാണ്ടേ മറ്റേ മുഖ്യൻ ഈ വിഷയത്തിൽ അയാൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിലുള്ളത്. അയാൾ ഇപ്പോഴും പറയുന്നത് ഇത് ഞങ്ങൾക്ക് വലിയ കാര്യമൊന്നുമല്ല, ഇങ്ങനെയൊന്നും ഒരു ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല, സോപ്പിട്ട് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ തന്നെ പോയാൽ മതി എന്നാണ്. ഇതിനൊരു കുഴപ്പമില്ല പറയുന്നത്. ഇത് കണ്ണടച്ച് ഇരുട്ടാക്കുന്ന പരിപാടിയില്ല അത്. ഈ നമ്മൾ ഈ ജേർണലിസ്റ്റ് ഇതിലെ ആൾക്കാരിലൊക്കെ ഒരുവിധം കേരളത്തിലൊക്കെ എല്ലാ കമ്മ്യൂണിസ്റ്റ് ആൾക്കാരൊക്കെ തന്നെയാണ്. ഓരോക്കെ ഒരു നെഞ്ഞത്ത് വെച്ചിട്ട് പറയാൻ പറ്റും. ഇതിനു വേണ്ടിയിട്ടൊക്കെ എഴുതുന്ന ആൾക്കാർക്ക് ഒരു നെഞ്ഞത്ത് കൈ വെച്ചിട്ട് ഈ ചെയ്യുന്നൊക്കെ ഒരു സത്യമാണ്, അതിന് വേണ്ടിയിട്ടൊക്കെ സൈഡ് ചെയ്ത് പറയുന്ന ആൾക്കാർക്ക് പറയാൻ പറ്റൂ? പറ്റില്ല. ഇതൊക്കെയാണ് തന്നെ ചർച്ചകളിലൊക്കെ ഈ CPM-നെ പ്രതിനിധീകരിച്ച് അവിടെ വരുന്ന ആൾക്കാര് വെള്ളം കുടിക്കുകയാണ് ശരിക്കും. പിന്നെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. എന്താ പറയാൻ പറ്റുക? പഴയ ആ തരത്തിലില്ല. ആ ഒരു ഇതിലേക്ക് ഇനി പാർട്ടിക്ക് പോകാനും ഇനി മുന്നോട്ട് പോകാനും സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ഒരു ബംഗാളും ഒരു ത്രിപുരയും കേരളത്തിലും സംഭവിക്കാൻ പോകുന്നു. അതിന്റെ തുടക്കമാണ് ഇപ്പൊ ഇത് ഉണ്ടായിട്ടുള്ളത്. അതിനി വേറൊരു കാര്യമുണ്ട്, അത് BJP-ക്കാരുടെ ഒരു കഴിവും കൂടി ആയിരിക്കണം. BJP-ക്കാരുടെ പ്രവർത്തനത്തിന്റെ ഫലവും കൂടി ആയിട്ടാണ് അത് സംഭവിക്കേണ്ടത്. കാരണം BJP-ക്ക് വലിയൊരു റോള് കളിക്കാനുണ്ട്. അതായത് ഇപ്പൊ ഇങ്ങനെ CPM ഇങ്ങനെ വീക്ക് ആവുകയാണെങ്കിൽ ആ സ്പോട്ടിലേക്ക് വരേണ്ടത് മറ്റേ BJP തന്നെയാണ്, കോൺഗ്രസ് അല്ല. ഇന്ന് ഒരു സ്ഥലത്ത് എന്താണ് അമലമടയോ എന്താണ് മുതലമട അല്ലേ, അവിടെ ജോർജ് കുര്യനെ തടയൊക്കെ ചെയ്തിട്ടുണ്ട് കോൺഗ്രസ്സുകാർ. അപ്പൊ കോൺഗ്രസ്സുകാർക്ക് ഒരു കാര്യം ഉറപ്പായി, ജോർജ് കുര്യനെ തടഞ്ഞിട്ടുണ്ട് അവിടെ പോയപ്പോ. അപ്പൊ അവിടെ എന്തോ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ അത് എന്താ ഞാൻ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. അത് അങ്ങനെ അവിടെ പോയിരുന്നു. അവിടെ സുരേഷ് ഗോപി 2 ദിവസം മുന്നേ പോയിരുന്നു.
അവിടെ അവരുടെ വികസന സംബന്ധമായ പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പൊ പോയ സമയത്ത് അവിടെ പോയതിന് കോൺഗ്രസ്സുകാര് തടഞ്ഞിട്ടുണ്ട്. ജോർജ് കുര്യൻ തടഞ്ഞ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ തന്നെ അതിന്റെയൊക്കെ ഒരു സൂചന എന്താ വെച്ചാൽ ഇനി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് തന്നെ കോൺഗ്രസും BJP-യുമാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ അവർ തടയുന്നത്. അല്ല പക്ഷെ CPM-നെ നമുക്ക് അങ്ങനെ നേരത്തെ താങ്കൾ പറഞ്ഞ മാതിരി തന്നെ CPM പക്ഷെ എന്താ വെച്ചാല് ഇപ്പോ 2019 ഇതേപോലെ ഒരു സീറ്റിൽ ഒതുങ്ങിയപ്പോ അത് കഴിഞ്ഞ് ശരിയാണ് കോവിഡ് ഒക്കെ ഇടയിൽ വന്നു, അതിൽ കുറെ കാരണങ്ങൾ ഉണ്ടെങ്കിലും കിറ്റ് കൊടുത്തിട്ടും ഒക്കെ ആണെങ്കിലും ഒരു അധികാരം തിരിച്ചു പിടിച്ചു. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നേരിട്ട് കോൺഗ്രസും BJP-യും തമ്മിൽ നിന്നുള്ള ഘട്ടത്തിലേക്ക് പോകുന്നു. അത് കുറച്ചുകൂടി സമയമെടുക്കും. പക്ഷെ എന്നാലും ഒരുപാട് ഇനിയിപ്പോ നമുക്ക് ഈ മറ്റേ ഇതുണ്ടല്ലോ, ഈ ലോക്കൽ ബോഡീസ് ഇലക്ഷൻ. കാരണം ഇനിയിപ്പോ വേറെ അതുണ്ട്. പിന്നെ അത് കൂടാണ്ട് അതിൽ കുറെ കമ്മ്യൂണിസ്റ്റുകാർക്ക് വളരെ നല്ല മുന്നേറ്റമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണത്. അതെ, പക്ഷെ അത് നടന്നില്ലെങ്കിൽ അവിടെയും ഈ പറഞ്ഞ പോലെ വോട്ട് ചോർച്ച ഉണ്ടായിട്ട് ആ വോട്ടുകൾ BJP പെട്ടിയിൽ വീഴുകയാണെങ്കിൽ കഴിഞ്ഞു പണി. അത് എന്താണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു വ്യക്തമായിട്ടുള്ള സൂചനയാണ്. കാരണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മാറ്റം ഉണ്ടാകും. ഇവർക്കിപ്പോ എന്തെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇപ്പൊ പോയിട്ടുള്ള ഈ മറ്റെന്താ പറയാ ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഇതായിട്ടൊരു പുതിയൊരു നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ അതിന്റെ പ്രതിഫലനം വരാൻ പോകുന്ന അടുത്ത കൊല്ലം ലോക്കൽ ബോഡി ഇലക്ഷനിൽ തന്നെ. അതിലും ഇതേ അവസ്ഥ റിപ്പീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഭാവി ഈ പിന്നെ വേറൊരു നമുക്ക് ആകപ്പാടെ ഒരു പ്രതീകമായിട്ട് കിട്ടിയിരിക്കുന്നത് ഒരു സുരേഷ് ഗോപിയാണ്. തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ചു വന്ന ഒരു നേതാവ്. അയാള് വളരെയധികം കുറച്ചും കൂടി നന്നാവേണ്ടതൊക്കെ ഉണ്ട്. ഇനി എന്ത് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ വലിയ പൈസയൊക്കെ എടുത്തു കൊടുത്തുകൊണ്ടൊന്നും കാര്യം നടക്കൂല. അയാളെ ഇപ്പത്തെ ചിലൊരു ഇതൊക്കെ കാണുന്ന സമയത്ത് അയാൾ തൃശ്ശൂരുകാരെ അങ്ങോട്ട് വലിയ മൈൻഡ് ചെയ്യാത്ത ഒരു തരം മൂപ്പർക്ക് ഒരു ഇന്ത്യയിലെ മന്ത്രിയാണ് ഞാൻ തോന്നിച്ചവന്നോ ഒരു സംശയമില്ല. ഞാനിപ്പോ ഇന്ത്യക്ക് ഒട്ടാകെ വലിയൊരു മന്ത്രിയാണ്. പക്ഷെ MP ആയത് തൃശ്ശൂരിൽ നിന്നാണ് എന്നുള്ള ബോധം അയാൾ ഉള്ളിന്ന് പോയോന്ന് ചില വാക്കുകളിലൊക്കെ അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോഴേ പാർട്ടി അയാളെ തിരുത്തിയില്ലെങ്കിൽ ചിലപ്പം അനുഭവിക്കും. കണ്ടില്ലേ കണ്ണൂരില് ഇങ്ങനെ ഒരു മറ്റേ പാർട്ടി ഗ്രാമങ്ങളിൽ പോയി വർക്ക് ചെയ്യാൻ കൃഷ്ണദാസ് ഉണ്ട്. വി മുരളീധരൻ വളരെ സജീവമായിട്ടുണ്ട് അവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ നേതാക്കന്മാർക്ക് ഇതൊന്നുമില്ല. പക്ഷെ സുരേഷ് ഗോപിക്ക് ഒന്നാമതായിട്ട് അയാളുടെ ഈ മന്ത്രി പദം അത് കഴിഞ്ഞിട്ട് അയാൾക്ക് അധിക സമയം ഇങ്ങനത്തെ ഇതിനൊന്നും ഏൽപ്പിക്കാൻ പറ്റില്ല അയാളെ. അതിന് ഒരു പക്ഷെ അതിന് യോജിച്ച ആളുമായിരിക്കും. ഞാനിന്ന് വേറെ ന്യൂസ് ചാനലിലൂടെയാണ് കണ്ടത്. അയാള് തിരുവനന്തപുരത്ത് 15 പ്രാവശ്യമായിട്ടും പോയി കഴിഞ്ഞ് അയാൾ ഇതുവരെ തൃശ്ശൂർ 2 പ്രാവശ്യമായിട്ട് എത്തിയിട്ടുള്ളൂ എന്നൊക്കെ വേറെ ആൾക്കാർ ഇങ്ങനെ ന്യൂസ് ചാനലിലൊക്കെ പറയുന്നത് കേട്ടു. അത് സത്യം തന്നെയാണ്. പിന്നെ അയാളെ ചില ചുറ്റിപ്പറ്റിക്കൊണ്ടില്ല ചില ആൾക്കാർ വല്ലാണ്ട് കയറി ഹെഡ് ചെയ്ത് പരിപാടികളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ പറ്റിയില്ല ചില വാർത്തകളൊക്കെ ചില ചാനലുകളൊക്കെ ഇങ്ങനെ വിടുന്നുണ്ട്. അപ്പൊ കുറെയൊക്കെ അതിന് എതിരില്ല ആൾക്കാർ പറയാം. പക്ഷെ ചിലതൊക്കെ സത്യങ്ങൾ ഉണ്ടാകാം. അപ്പൊ അതൊക്കെ ഒന്ന് ചെറിയ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. ഇതൊക്കെ തന്നെയാണ് ഒന്ന് പറയാനുള്ളൂ. അപ്പൊ നമ്മുടെ സമയം ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് നമ്മളെ ഈ ടോക്ക് ഈ ഒരു ഇന്ററാക്ഷൻ ഇവിടെ വെച്ച് ഇന്ന് അവസാനിപ്പിക്കാം. നാളെ വീണ്ടും തുടരാം. ഇങ്ങനെ രാഷ്ട്രീയ പല പല ബോംബുകൾ ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കുന്നു. ഇടിമിന്നലൊക്കെ ഇങ്ങനെ പൊട്ടിത്തീർന്നിരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഇങ്ങനെ കണ്ടിങ്ങനെ പറഞ്ഞ് ജനങ്ങളോട് ഇങ്ങനെ പറയാം. ജനങ്ങൾ ഏതായാലും കേട്ടുകൊണ്ട് പല അഭിപ്രായങ്ങളൊക്കെ എഴുതി ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ കേൾക്കാനും കാണാനൊക്കെ നല്ല രസമായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇനിയും അഭിപ്രായങ്ങളൊക്കെ വരട്ടെ. അത് ഒരു കുറച്ച് ആരോഗ്യപരമായ ഇതായാൽ കുറച്ച് നല്ലതായിരുന്നു. വായിച്ചാൽ എന്തെങ്കിലുമൊക്കെ നമുക്കും കൂടി ഒരു ബുദ്ധി വരുന്ന തരത്തിൽ ആയാലൊക്കെ നന്നായി. വെറുതെ എന്തെങ്കിലുമൊക്കെ പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് ഉണ്ടാവുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് എല്ലാവരും ഇത് കാണുക. ഞങ്ങളെ ഡബിൾ ബാരലിന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തിക്കൊണ്ട് ഞങ്ങളോട് സഹകരിക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നമസ്തേ.